ഈ കറണ്ട് ബില്ല് അടിക്കടി കൂടിയവരാണല്ലോ. ഇങ്ങനെയാണെങ്കിൽ എന്റെ കീശ കയറും. സോളാറിലേക്ക് ഒന്ന് മാറുകയെന്ന് വെച്ചാൽ അതിന്റെ ഒരു എക്സ്പെൻസും മെയിൻ്റനൻസ് ഒക്കെ എങ്ങനെയാണെന്ന് പോലും അറിയില്ല. ഇതൊക്കെ ഒന്ന് ആരുടെ ചോദിക്കുക. ഈ ഒരു പ്രോബ്ലം പലരും ഫേസ് ചെയ്തിട്ടുണ്ടോ? സോളാറിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസ് അത് എവിടെ നിന്ന് ലഭിക്കുമെന്ന് ആർക്കും അറിയില്ല. ഇതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് കൃപ ഗ്രീൻ പവർ എക്സ്പോ 2026 നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കൊല്ലം 10,000-ഓളം ആളുകൾ പങ്കെടുത്തിട്ടുള്ള ഈ ഒരു എക്സ്പോയില് ഈ കൊല്ലം പല പല സോളാർ കമ്പനീസ്, EV ടെക്സ്, ബാറ്ററീസ്, ഇൻവേർട്ടേഴ്സ് തുടങ്ങിയിട്ടുള്ള 250-ഓളം കമ്പനീസ് ആണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു എക്സ്പോയിൽ പങ്കെടുക്കുന്നതായിട്ട് പ്രതീക്ഷിക്കുന്നത്. ഈ ഇടയ്ക്ക് KCB കൊണ്ടുവന്ന പല പോളിസീസിനെ കുറിച്ചും നെറ്റ് മീറ്ററിനെ കുറിച്ചും ഇനി എങ്ങനെ നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാം, ഇതിനെയൊക്കെ പറ്റിയുള്ള സംശയങ്ങൾ ഈ ഒരു എക്സ്പോയിൽ പങ്കെടുക്കുന്ന വഴി നമുക്ക് ഡയറക്റ്റ്ലി എക്സ്പേർട്സിനെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. If you want to connect with manufacturers, distributors, installers, policymakers, this is the best place for you guys. മേജർലി 2 ഹൈലൈറ്റ്സ് ആണുള്ളത്. അതിനകത്ത് ഒന്നെന്ന് വെച്ചാൽ ജാനുവരി 23-ാം തീയതി നടക്കുന്ന ജോബ് ഫെയർ ആണ്. ഈ ഒരു ജോബ് ഫെയറിൽ എഞ്ചിനീയേഴ്സ്, ടെക്നീഷ്യൻസ്, സെയിൽസ് തുടങ്ങിയിട്ടുള്ള 200-ഓളം ജോബ് ഓപ്പണിംഗ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി അവിടെ ഒരുക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ജാനുവരി 24-ാം തീയതി നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് എല്ലാം പങ്കെടുക്കുന്ന ഒരു ടെക്നിക്കൽ പാനൽ ഡിസ്കഷൻ ആണ്. ഇതേ ദിവസം തന്നെ കേരളത്തിലെമ്പാടുമുള്ള യങ് ഇന്നോവേറ്റേഴ്സിന്റെ ഒരു പേപ്പർ പ്രസന്റേഷനും നമ്മൾ ഈ ഒരു എക്സ്പോയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു എക്സ്പോയിൽ പങ്കെടുത്താനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്ന വഴി കീശ കാലിയാവുന്ന ടെൻഷൻ ഇനി വേണ്ട. അപ്പൊ നമുക്ക് ജാനുവരി 22-ന് അങ്കമാലി വെച്ച് കാണാം.